ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൗട്ടർ UPS ആണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു സ്ട്രീമറോ ഗെയിമറോ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കെന്തായാലും അൺബോക്സിലോട്ട് കിടക്കാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ചാർജിങ്, ലൈറ്റ് വെയിറ്റ് ആണ്, അപ് ടു 4 അവർ ബാക്കപ്പ് വരെ സാധനം കിട്ടും. ഞാനിത് ഓൾറെഡി ആമസോണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. V-Guardൻ്റെ പ്രോഡക്റ്റാണ്. ഇത് കാണിക്കുന്ന 3650 രൂപ എന്നാണ്. നമുക്ക് ആമസോണിൽ എടുത്തപ്പം 1600 രൂപയ്ക്ക് കിട്ടി. ഇതാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. നിങ്ങളിത് നോക്കി കണക്ട് ചെയ്യാൻ നോക്കുക, വേറൊന്നുമില്ല. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് ഒരു ആമസോൺ അലക്സ പോലത്തെ ഒരു പ്രോഡക്റ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്യൂട്ട് ലുക്കാണ്. ഇതാണ് ഇതിൻ്റെ ഓഫ് ഓണ്, ഇൻ ആൻഡ് ഔട്ട് സ്വിച്ച്. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് ഇത് 2200 mAh ബാറ്ററി ആണ് ഇതിനകത്തുള്ളത്. 12 വാട്ട് DC. നിങ്ങളുടെ റൗട്ടർ 12 വാട്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ പ്രോഡക്റ്റ് വാങ്ങുക. അല്ലെങ്കിൽ 9 വാട്ടിൻ്റെ റൗട്ടറൊക്കെ ആണെങ്കിൽ 12 വാട്ട് കുത്തി കഴിഞ്ഞ് അടിച്ചു പോകും. നിങ്ങളത് നോക്കുക. ഇനി ബോക്സിനകത്തുള്ളത് ഒരു കേബിളും കാര്യങ്ങളൊക്കെയാണ്. ഈ കേബിളാണ് നിങ്ങൾ റൗട്ടറിലോട്ട് കൊടുക്കേണ്ടത്. ഇതാണ് മെയിൻ കേട്ടോ. വേറെ നമുക്കുള്ളത് പല പല ഡോങ്കിളും കാര്യങ്ങളൊക്കെയാണ്, പ്ലഗും കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങളുടെ റൗട്ടറിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത് നോക്കിയെടുത്ത് വെച്ച് കുത്തുക. ഇതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. നമുക്ക് എന്തായാലും കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് നമ്മുടെ റൗട്ടർ. ഇത് കേരള വിഷൻകാരുടെ റൗട്ടറാണ്. ഇതിൽ നിങ്ങൾ നോക്കുക, എല്ലാ റൗട്ടറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു പോർട്ട് കാണും, കേബിൾ കുത്താനുള്ള. DC 12 വാട്ട് ആണോ നോക്കുക. ഒരിക്കലും ഇത് 9 വാട്ട് ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കണക്ട് ചെയ്യാതിരിക്കുക, ഈ സാധനം അടിച്ചു പോകും. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കേബിളൊന്ന് കണക്ട് ചെയ്യാം. ഇതാണ് ആ കേബിള്. ഇതാണ് നമുക്ക് ഈ കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. ഇതാണ് ആ കേബിള്. ഈ മഞ്ഞ പോർട്ട് കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ റൗട്ടറിലോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഔട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യണം. ഈ ഔട്ട് എന്നുള്ള ഭാഗത്ത് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ എന്തായാലും കണക്ട് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ. നമ്മൾ ഔട്ട് പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നിലോട്ട് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ റൗട്ടറിൻ്റെ കേബിളില്ലേ, അതായത് ഈ സാധനത്തിൻ്റെ റൗട്ടറിൻ്റെ അഡാപ്റ്റർ ഇതിലോട്ട് കണക്ട് ചെയ്യണം. ഈ സാധനം ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ സാധനം റൗട്ടറിൻ്റെ അഡാപ്റ്ററാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ ഇന്നെന്ന് പറയുന്ന പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഇതിപ്പോൾ ഓൺ ചെയ്യേണ്ട, ഇത് നമ്മുടെ അഡാപ്റ്റർ കറണ്ട് കുത്തിക്കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ മതി. നമ്മുടെ റൗട്ടറും കേബിളും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ റൗട്ടറിൻ്റെ, അതായത് ഇതിൻ്റെ കേബിള് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, പവറിലോട്ട് കണക്ട് ചെയ്യുക. അതായത് ഈ സാധനം നമ്മുടെ കേരള വിഷൻകാരുടെ അഡാപ്റ്ററാണ്. ഓക്കെ, റൗട്ടറിൻ്റെ അഡാപ്റ്ററാണ്. നമ്മുടെ സംഭവം ഓണാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഓൺ സ്വിച്ച് ഓണാക്കാൻ മറക്കല്ല്. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. പ്രോഡക്റ്റ് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെയാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് നോക്കിയത്. ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.